ഡിസംബർ 22 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി, വിശുദ്ധ ദെമത്രിയൂസ്, വിശുദ്ധ അമാസ്വിന്തൂസ്, വിശുദ്ധ ഹങ്കർ, നിലോപോളിസ് ബിഷപ്പ് വിശുദ്ധ ചെറമോൻ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി 1850-1917 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കബ്രീനി ജീവിച്ചിരുന്നത്. 1850 ജൂലൈ 15 ദക്ഷിണ ഇറ്റലിയിൽ സെയിൻറ്റ് ആഞ്ചലോ എന്ന നഗരത്തിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്ന് ഫ്രാൻസിസ് സേവ്യർ കബ്രീനി ജനിച്ചു. മാതാപിതാക്കന്മാർ ദിനംപ്രതി ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു. കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. ജ്യേഷ്ഠത്തി റോസയെപ്പോലെ ഫ്രാൻസിസ് സേവ്യർ കബ്രീനിയും അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. അവൾക്ക് താൻ പഠിച്ച മഠത്തിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ദുർബലമായ ആരോഗ്യം കാരണം ആ അനുവാദം നിഷേധിക്കപ്പെട്ടു. ഗൊദോഞ്ഞായിലെ ദൈവപരിപാലന അനാഥശാലയിൽ അവൾ സേവനം ആരംഭിച്ചു. 1880 സ്ഥലത്തെ ബിഷപ്പ് ആ അനാഥശാല നിർത്തിയപ്പോൾ ബിഷപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് തിരുഹൃദയത്തിന്റെ മിഷണറി സഹോദരിമാർ എന്ന സന്യാസ സഭ അവൾ ആരംഭിച്ചു. മതപരമായ വിദ്യാഭ്യാസമായിരുന്നു അവളുടെ ലക്ഷ്യം. എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13 വിശുദ്ധ പൗലോസിന്റെ അവകാശവാദമായിരുന്നു ഈ വാക്യം. അത് അവളുടെയും ആപത് വാക്യമായി മാറി. കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലുകളും പുതിയ സന്യാസ സഭ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ വൈദിക വിദ്വേഷ പ്രവർത്തനങ്ങളെ വിജയപൂർവ്വം അഭിമുഖീകരിക്കാൻ പുതിയ സന്യാസ സഭയ്ക്ക് കഴിഞ്ഞു. പ്രധാന ഇറ്റാലിയൻ പട്ടണങ്ങളിലെല്ലാം അവൾ സ്കൂളുകൾ സ്ഥാപിച്ചു. ബാല്യം മുതൽ ഫ്രാൻസിസിന് ചൈനയിലേക്ക് മിഷണറിയായി പോകണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹം 13ാം ലയോ മാർപ്പാപ്പ അവളോട് അമേരിക്കയിൽ പോയി ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടതായി വന്നു. കുടിയേറ്റക്കാർ എത്രയും വഷളായ ജീവിതമാണ് നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്നായിരുന്നു ലയോ പാപ്പായുടെ ആവശ്യം. അങ്ങനെ മാർപ്പാപ്പ കബ്രീനിയോട് അമേരിക്കൻ മിഷൻ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടതും ഫ്രാൻസിസ് 6 സഹോദരിമാരോട് കൂടെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. ന്യൂയോർക്കിൽ അവൾക്കൊരു അനാഥശാല തുടങ്ങാൻ സ്ഥലം കിട്ടിയില്ല. സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു. എങ്കിലും നഷ്ടധൈര്യമാകാതെ സിസ്റ്റർ ഫ്രാൻസിസ് പരിശ്രമിച്ചു. നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഒരു സ്ഥലം ലഭിച്ചു. 1877 മിഷണറിമാരുടെ രക്ഷാധികാരിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ബഹുമാനാർത്ഥം കബ്രീനി പ്രതിജ്ഞയെടുക്കുകയും പേര് മാറ്റുകയും ചെയ്തു. താമസിയാതെ മദർ കബ്രീനി എന്നറിയപ്പെടുകയും ചെയ്തു. 1889 ന്യൂയോർക്കിൽ അരാജകത്വവും ദാരിദ്ര്യവും നിറഞ്ഞ സമയമായിരുന്നു. ഈ പുതിയ ലോകത്തേക്ക് മദർ ഫ്രാൻസിസ് കബ്രീനിയും അവളുടെ സഹോദരി കൂട്ടാളികളും ചേർന്ന് കുടിയേറ്റക്കാർക്കായി കാറ്റക്കിസവും വിദ്യാഭ്യാസവും ക്ലാസ്സുകളും സംഘടിപ്പിക്കുകയും നിരവധി അനാഥരുടെയും ആവശ്യക്കാർക്കും വേണ്ടി പല പ്രതിസന്ധികളും മറികടന്ന് സ്കൂളുകളും അനാഥാലയങ്ങളും സ്ഥാപിക്കുകയും ചെയ്തു. പുതിയ രാജ്യങ്ങളുടെ സംസ്കാരത്തോട് പൂർണ്ണമായി സമന്വയിക്കുവാനുള്ള മാർഗങ്ങൾ അവൾ നിർദ്ദേശിച്ചു. ഫ്രാൻസിസിന്റെ 35 വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ദരിദ്രർക്കും പരിത്യക്തർക്കും രോഗികൾക്കും വിദ്യാരഹിതർക്കുമായി 67 സ്ഥാപനങ്ങൾ തുടങ്ങി. ഇറ്റാലിയൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി സ്കൂളുകളും വയോജന വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. വിശുദ്ധയുടെ പ്രേഷിത സംവേദനക്ഷമത വിഭാഗീയമല്ലായിരുന്നു, മറിച്ച് സാർവത്രികമായിരുന്നു. വെള്ളം കാണുമ്പോൾ ഭയപ്പെട്ടിരുന്ന ഫ്രാൻസിസ് 30 പ്രാവശ്യം അറ്റ്ലാന്റിക് തരണം ചെയ്തു. സിസ്റ്റർ ഫ്രാൻസിസ് കബ്രീനി മലമ്പനി പിടിപെട്ട് ചിക്കാഗോയിലെ കൊളംബസ് ആശുപത്രിയിൽ വെച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ആ സഹോദരി തന്നെ സ്ഥാപിച്ച ഒരു ആശുപത്രിയിലായിരുന്നു അത്. 1946 12ാം പിയൂസ് സിസ്റ്റർ കബ്രീനിയെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. വിശുദ്ധയായ ഫ്രാൻസിസ് സേവ്യർ കബ്രീനിയെ ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.